അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധമായ ഇസ്ലാമിൽ സംഖ്യകൾക്ക്, എണ്ണങ്ങൾക്ക് അതിപ്രധാനമുണ്ട്. നിസ്കാരത്തിൻ്റെ ഓരോ സമയങ്ങൾ കൃത്യനിഷ്ഠമാവണം. സുജൂദിൽ കിടക്കുമ്പോൾ നമ്മൾ പറയുന്ന ദിക്റിൻ്റെ എണ്ണം പോലും അത് നമുക്ക് ഇസ്ലാം പരിശുദ്ധമായി ദീൻ പഠിപ്പിച്ച് നൽകിയതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 40 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അക്കം, ആ അക്കത്തിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട്. 40 എന്നതിൻ്റെ അത്ഭുതം ഏതൊക്കെയാണെന്നും 40 പ്രാവശ്യം ഒരു മനുഷ്യൻ ഒരു ദിക്ർ പറഞ്ഞാൽ അവൻ്റെ പ്രതിസന്ധി എന്തെന്ന് പോലും അറിയാത്ത രൂപത്തിൽ അള്ളാഹു ശിഫാഹ് കൊടുക്കും. ഇൻഷാ അല്ലാഹ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കാം. വീഡിയോ അവസാനം വരെ കാണണേ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധമായ ഇസ്ലാമിൽ സംഖ്യകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ അള്ളാഹുവിൻ്റെ 99 പേര് നമുക്കൊക്കെ അറിയാം അല്ലേ? 99 പേര്. നിസ്കാരം ളുഹർ 4 റക്അത്ത്, അസ്ർ 4 റക്അത്ത്, ഇശ 4 റക്അത്ത്, മഗ്രിബ് 3, സുബ്ഹി 2. നിസ്കാരങ്ങൾക്ക് ശേഷം 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ, 1 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, 10 പ്രാവശ്യം ദിക്ർ. അതുപോലെ തന്നെ സുജൂദിലും റുക്കൂഇലും ഒക്കെ നമ്മൾ ചൊല്ലുന്ന ദിക്ർ അത് 3 പ്രാവശ്യം. ഇതുപോലെ ഇസ്ലാമിൽ 40 എന്ന ആ ഒരു അക്കത്തിന്, ആ ഒരു നമ്പറിന് ഒരുപാട് ശ്രേഷ്ഠതകൾ, ഏകദേശം ഒരു 13ഓളം ശ്രേഷ്ഠത നമുക്ക് കാണുവാൻ പറ്റും. ഒന്ന്, മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ്. ആ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചിട്ട് മഹാനവറുകളെ അല്ലാഹു തആല റൂഹ് ഊതിയത് 40ാമത്തെ ദിവസമായിരുന്നു എന്ന് നമുക്ക് കിതാബിൽ കാണാം. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവറുകൾ ആകാശ ലോകത്ത് നിന്നും ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ വന്നിട്ട് ഏകദേശം 40 വർഷത്തോളം അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ടാണ്, ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടാണ്, ദുആ ചെയ്തിട്ടാണ് മഹാനവറുകളുടെ തൗബയെ അല്ലാഹു തആല സ്വീകരിച്ചത് എന്നും നമുക്ക് കിതാബിൽ കാണാം. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 40 മക്കൾ ഉണ്ടായിരുന്നു എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ മുത്തായ ഹബീബിന് അല്ലാഹു തആല നുബുവത്ത് കൊടുത്തത് 40ാമത്തെ വയസ്സിലാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം അല്ലാഹു തആല കൊടുത്തത് 40ാമത്തെ വയസ്സിൽ. ഒരു നാട്ടിൽ ജുമുഅ നടക്കുന്നു. ആ നാട്ടിലെ ജുമുഅ ശരിയാവാൻ വേണ്ടത് 40 ആളുകളെയാണ്. അതുപോലെ ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ്, ഒരാൾ മരിക്കുന്നതിന് മുമ്പ് ഏകദേശം 40 ദിവസം മുമ്പ് അയാളുടെ പേരെഴുതിയ ഒരു വറക്കത്ത് ഇല ആകാശലോകത്ത് കൊഴിഞ്ഞു വീഴുമെന്നാണ്. ഭൂമിയിലുള്ള ഇന്നാലിന്ന മനുഷ്യൻ്റെ പേരാണ് അതിൽ എഴുതി വച്ചിട്ടുള്ളത്. 40 ദിവസം മുമ്പ് മഹാനായ അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ അടുക്കൽ വരും. വന്നിട്ട് നമ്മളോട് പറയും, നിന്റെ മരിക്കാനുള്ള സമയം അടുത്തിട്ടുണ്ട്, 40 ദിവസം കൂടി മാത്രമാണുള്ളത്. 40 ദിവസം കൂടി മാത്രമാണുള്ളത്. പല ആളുകളും അത് മൈൻഡ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല, പക്ഷേ നമുക്കൊരു ഉൾവിളി ഉണ്ടാവും, ഒരു നന്നാവണം എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരാൾ മരിക്കുന്നതിന് 40 ദിവസം മുമ്പ് അയാളെ പറ്റി മലക്കുകൾ പറയുന്നത്, ദേ മയ്യത്ത് പോകുന്നു, ദേ മയ്യത്ത് പോകുന്നു, മയ്യത്ത് പോകുന്നു എന്ന ഒരു വർത്തമാനമായിരിക്കും ആ ഒരു സമയത്ത് മലക്കുകൾ നമ്മളോട് പറയുക എന്നാണ്. മറ്റൊരു കാര്യമാണ്, മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇനി ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി ഇറങ്ങി വന്നിട്ട് 40 വർഷം ഭൂമിയിൽ ഭരണം നടത്തും എന്ന് നമുക്ക് കിതാബിൽ കാണാം. മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ 40ാമത്തെ വയസ്സിലായിരിക്കും ഒരുപക്ഷെ വഫാത്താവുക എന്നും നമുക്ക് കിതാബിൽ കാണാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ ആദ്യമായി വഹി ഇറങ്ങിയതും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടത് ആദ്യമായി അവിടുത്തെ 40ാമത്തെ വയസ്സിലാണ്. മറ്റൊരു കാര്യം, ഒരാൾ മരണപ്പെട്ട് 40 ദിവസം വരെ അവൻ്റെ ഖബറിൽ ശിക്ഷയുണ്ടാകുമെന്ന് അള്ളാഹു കാക്കുമാറാവട്ടെ. അപ്പോൾ ആ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷ കിട്ടാനാണ് സൂറത്തു യാസീൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ ഒക്കെ നമ്മൾ ഓതുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് 40 ദിവസം, നമ്മൾ സാധാരണ പറയല്ലോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 40 കഴിഞ്ഞു എന്ന് പറയില്ല. എന്താ ഈ 40 കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ? അയാളുടെ ഖബറിലേക്ക് ചെന്നിട്ടുള്ള ആ ശിക്ഷയുടെ ആദ്യത്തെ പ്രഥമ പടി അത് കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഈ 40 ദിവസം തുടർച്ചയായി ചോദ്യങ്ങൾ ഉണ്ടാകും.
അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ. അപ്പോൾ അതിൽ നിന്നുള്ള ആ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായി ഉത്തരം പറയാനും അല്ലെങ്കിൽ ആ ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും ഒക്കെയാണ് സൂറത്തുൽ മുൽക്ക് എപ്പോഴും ഓതണമെന്ന് നമ്മളോട് നിർദ്ദേശിക്കാനുള്ള കാരണം. അള്ളാഹു ഓതാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഇത് നമുക്ക് ചില ഉലമാക്കൾ പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. ഒരാൾ മരണപ്പെട്ടു, മരിച്ച സമയം മുതൽ അയാളെ ഖബറിലേക്ക് ഇറക്കി വെക്കൂലേ, ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ആ ഒരു ടൈമിൽ 40 വട്ടം സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് അതിൻ്റെ പ്രതിഫലം പടച്ചവനെ ഈ മരണപ്പെട്ട ഇന്നാലിന് എൻ്റെ വാപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അവരുടെ ഖബറിടത്തിലേക്ക് നീ എത്തിക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ആ മരണപ്പെട്ടുപോയവരുടെ ഖബർ അല്ലാഹു തആല പ്രകാശമാക്കി കൊടുക്കും. അല്ലാഹു തആല പ്രകാശമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലേ, വലിയ പ്രവാചകനാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ പെട്ടുപോയില്ലേ? മത്സ്യത്തിൻ്റെ വയറ്റിൽ പെട്ടുപോയ ചരിത്രമൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വിശദമായി പറഞ്ഞതാണ്, ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പോൾ ഈ മത്സ്യത്തിൻ്റെ വയറ്റിൽ പെട്ടുപോയ സമയത്ത് ഒരു ദിക്ർ പറഞ്ഞായിരുന്നു. ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് സ്വഹാബിമാരോട്, സ്വഹാബ കെലിമത്തുൻ ഇൻദി, എൻ്റെ അടുക്കൽ ഒരു വാക്യമുണ്ട്, മാമിൻ മക്റൂഹിൻ യഖൂലുഹ ഇല്ലാ ഫറജല്ലാഹു മിൻഹു കെലിമത്തു അഖി യൂനുസ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. എൻ്റെ സഹോദരനാകുന്ന മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ആ ഒരു വാക്ക് നമ്മളും അധികരിപ്പിച്ച് കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന 5 പ്രതിഫലം. 1, ഗർഭിണികളായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് സുഖപ്രസവം ഉണ്ടാകുമെന്നാണ്. കുട്ടികൾക്ക് കണ്ണേറ് സിഹർ അതൊക്കെ തട്ടാതിരിക്കാനാണ്. 3-മത്തേത്, കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഇത് വലിയൊരു സന്തോഷമാകും, ഇത് വലിയൊരു ആഹ്ലാദമാകും. പിന്നെയോ കുട്ടികളെ ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാവാനുള്ള ഒരു ഇൻ്റർവ്യൂ അവനെ കാത്തിരിപ്പുണ്ട്, നല്ലൊരു വിവാഹം കാത്തിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടാൻ ഈ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ആ ദിക്ർ നമ്മൾ പറയാൻ വിട്ടുപോകരുത്. പിന്നെയോ ടെൻഷനുണ്ട്, സങ്കടമുണ്ട്, ആ വിഷമങ്ങളുണ്ട്, ദുഃഖമുണ്ട്, പിന്നെയോ മാനസികമായ പ്രയാസമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾക്കുള്ള ശിഫയാണ് എന്ത് നമ്മളിപ്പോൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ആ ഒരു ദിക്ർ. അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്തരുതേ. അത് ഈ പറഞ്ഞ എനിക്കും പറയാനും കേൾക്കുന്ന നിങ്ങൾക്കും അത് പറയാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 40 എന്ന സംഖ്യയുടെ 13 അത്ഭുതങ്ങളാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും അവസാനമായി പറയാനുള്ളത് 40 വർഷം തുടർച്ചയായി വിശുദ്ധമായ ഖുർആനിക ആയത്തുകൾ ഓതിക്കൊണ്ട് സംസാരിച്ചിരുന്ന ഒരു വലിയ മഹദി ഉണ്ടായിരുന്നു എന്നാണ്. മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ ഹജ്ജിന് പോവുകയാണ്. ഹജ്ജിന് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു വഴിയിൽ ഒരു കറുത്ത മൂടുപടം ധരിച്ച ഒരു വയസ്സായ ഉമ്മ ഇരിക്കുന്നു. മഹാനായ അബ്ദുല്ലാഹിബിന് മുബാറക് റളിയല്ലാഹു തആല അൻഹു ആ ഉമ്മയെ കണ്ടപ്പോൾ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന്. തിരിച്ച് അവർ പറഞ്ഞത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന വാക്കാണ്. വീണ്ടും മഹാനായ അബ്ദുല്ലാഹിബിന് മുബാറക് തങ്ങൾ ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയോ? വേറെ ആരും കാണുന്നില്ലല്ലോ, നിങ്ങളുടെ കൂടെ ആരുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞത് വമയ്യുദിലില്ലാഹു ഫലാ ഹാദിയ ലഹ്, അല്ലാഹു തആല വഴി തെറ്റിച്ച് കളഞ്ഞാൽ പിന്നെ ഒറ്റക്കായി പോവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് എൻ്റെ വഴി തെറ്റി എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പിന്നെയോ വീണ്ടും അബ്ദുല്ലാഹിബിൻ മുബാറക് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ആ സമയത്ത് അവർ പറഞ്ഞു, സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗല എന്ന ആ ഒരു ആയത്തിൻ്റെ കഷ്ണമാണ് ഓതിക്കൊടുത്തത്. വീണ്ടും ഇങ്ങനെ മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറക് തങ്ങൾ ചോദിക്കുന്നുണ്ട്, അവരിങ്ങനെ അറബിയിൽ പറയുന്നു, അതുപോലെ തന്നെ വീണ്ടും ചോദിക്കുന്നു, അവർ ഉറുദുവിൽ പറയുന്നു. അവരുടെ ഭാഷ മഹാനവർക്ക് കൂടുതൽ മനസ്സിലാകുന്നില്ല. അവസാനം ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. എല്ലാത്തിനും ഉത്തരമായി വിശുദ്ധമായ ഖുർആൻ തന്നെ ഇങ്ങനെ മറുപടി പറഞ്ഞു. അവസാനം ഇവര് ലക്ഷ്യസ്ഥാനത്തെത്തി. ഈ ഉമ്മ ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ 3 മക്കൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മാനെ കണ്ട് പൊരുത്തം ചോദിക്കുകയാണ്. ആ സമയത്ത് അബ്ദുല്ലാഹിബിൻ മുബാറക് തങ്ങൾ ചോദിക്കുന്നു, ആരോട്? 3 ചെറുപ്പക്കാരോട് ചോദിക്കുന്നു, ഇതാരാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഉമ്മയാണ്. ഉമ്മ 40 വർഷമായി വിശുദ്ധമായ ഖുർആൻ തന്നെയാണ് പാരായണം ചെയ്യുക. ഞങ്ങൾ എന്തു ചോദിച്ചാലും അതിന് വേണ്ട ഉത്തരങ്ങൾ ഞങ്ങളുടെ ഉമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തരുകയാണ്. അപ്പോൾ ഇത്രമാത്രം ശ്രേഷ്ഠത ഉള്ള, അതായത് ഖുർആനുമായി അടുത്തു, ഇങ്ങനെ ശ്രേഷ്ഠത ഉണ്ടാവാനുള്ള കാരണം തന്നെ അവർ ഒരുപാട് വട്ടം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ പറയുമായിരുന്നു. ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് 40 വട്ടം 40 ദിവസം 40 പ്രാവശ്യം തുടർച്ചയായി പറഞ്ഞാൽ
അവനിക്ക് ഇതുവരെ അവൻ്റെ ജീവിതത്തിൽ നടക്കാത്ത തരത്തിലുള്ള അത്ഭുതങ്ങൾ, സന്തോഷങ്ങൾ നടക്കുമെന്ന് നമുക്ക് ഹദീസിൻ്റെ കിതാബിൽ കാണാം. അതുകൊണ്ട് ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. പരീക്ഷിച്ച് നോക്കി അല്ലേ? എത്രയോ ആളുകളാണ് ഖബറിൽ കിടക്കുന്നത്, അവരൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല. നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ, പ്രതിസന്ധികൾ മാറാൻ ഇപ്പോൾ തന്നെ ഈ സദസ്സിൽ വെച്ച് തന്നെ നമുക്ക് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ പറയാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും പറയും. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അൽഹംദുലില്ലാഹ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് 40 എന്ന ആ ഒരു സംഖ്യയുടെ അത്ഭുതങ്ങളാണ്. ഏകദേശം 13ഓളം അത്ഭുതങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. 13അല്ല, ഇനിയും ഒരുപാടുണ്ട് പറയാൻ. പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.